സമയം രാത്രി 10 മണി. ചുറ്റിലും കൂരിരുട്ട്. അതിരണിപ്പാടത്തെ പാടത്തിൽ കൂടി 3 അംഗ സംഘത്തെയും വഹിച്ചുകൊണ്ട് ഒരു കാർ കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുന്നു. കാറിനുള്ളിൽ നിന്നും പൊട്ടിച്ചിരികളും സംസാരങ്ങളൊക്കെ പുറത്തേക്ക് കേൾക്കുന്നുണ്ടായിരുന്നു. കാർ ഓടിക്കുന്നത് സുമേഷ്, കൂടെയുള്ളതോ മനുവും ഗോപിയും. എടാ ഒന്ന് പതിയെ പോടാ, നീ ഓവറായി കഴിച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞതല്ലേ വേണ്ട വേണ്ട എന്ന് മനു സുമേഷിനോട് പറഞ്ഞു. ഇതൊക്കെ ഒരു രസമല്ലടാ. അല്ല, നിനക്കിനി ഞാൻ വണ്ടി ഓടിക്കുന്നതിൽ വല്ല പ്രശ്നമുണ്ടെങ്കിൽ നീ ഓടിച്ചോ. അല്ല, നിനക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ലല്ലോ, അതുകൊണ്ട് നീ അവിടെ മിണ്ടാതിരുന്നാൽ മതി, സുമേഷ് പറഞ്ഞു. ഓഫീസിൽ പയ്യൻ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ പാർട്ടിക്ക് വന്നത്. 2 എണ്ണം അടിച്ചും പോയി, മനു പറഞ്ഞു. എന്താ പതുക്കെ പോണേ, സ്പീഡിൽ പോടാ, മയങ്ങിക്കിടക്കുന്ന ഗോപി എഴുന്നിട്ട് സുമേഷിനോട് പറഞ്ഞു. സുമേഷ് പെട്ടെന്നാണ് സ്പീഡ് കൂട്ടി നല്ല ഉറക്കത്തിൽ ശബ്ദമുണ്ടാക്കി വണ്ടി മുന്നോട്ടെടുത്തു. പെട്ടെന്നാണ് കാറെതിരെ വന്ന ഓട്ടോയിൽ കൊണ്ടിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോ മറിഞ്ഞു വീണു. എല്ലാവരും പേടിച്ചലറി. അയ്യോ മക്കളെ, ഓട്ടോയിൽ നിന്നൊരു ശബ്ദം പുറത്തേക്ക് വന്നു. അയ്യോ എൻ്റെ മക്കളെ, എഴുന്നേൽക്ക്. ഓട്ടോറിക്ഷയിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് വന്നു. അയാളുടെ തല പൊട്ടി ചോര ഒലിക്കുന്നുണ്ടായിരുന്നു. ഓട്ടോയ്ക്കുള്ളിൽ അയാളെ കൂടാതെ 2 പെങ്കൊച്ചുങ്ങൾ കൂടെ ഉണ്ടായിരുന്നു. അവർ റോഡിലേക്ക് വീണു കിടക്കുകയായിരുന്നു. ഈശ്വര, ഇനി എന്താ ചെയ്യുക, സുമേഷ് പേടിച്ചുകൊണ്ട് മണിയോട് പറഞ്ഞു. എന്നോട് ഞാൻ പറഞ്ഞാലടാ പതിയെ പോവാൻ, മനു പറഞ്ഞു. 2 പെൺകുട്ടികളും ചോരയിൽ കുടിച്ച് കിടക്കുന്നു കണ്ട് മനു പറഞ്ഞു. എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് മുങ്ങുന്നതായിരിക്കും നല്ലത്. ഇത് കേട്ട് സുമേഷ് തലയാട്ടി. ഇത് കേട്ടുകൊണ്ടിരുന്ന ചോരയിൽ കുടിച്ചുകൊണ്ടിരുന്ന അയാൾ ഇവരെ നോക്കി ദേഷ്യത്തോടെ നോക്കി നിന്നു. എന്താ ഇവിടെ ഒരു ബഹളം, കാറിൻ്റെ ചില്ല് താഴ്ത്തി കൊണ്ട് ഗോപി ചോദിച്ചു. ഒന്നുമില്ല, നീ ഒന്നും മിണ്ടാതിരുന്നാൽ മതി, പറഞ്ഞു സുമേഷ്. നീ പെട്ടെന്ന് വണ്ടി എടുക്ക്, നമുക്ക് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പോവാം, മനു സുമേഷിനോട് പറഞ്ഞു. സുമേഷ് പെട്ടെന്ന് തന്നെ കാറിൽ ചാടിക്കയറി. ഇത് കണ്ടിരുന്ന അയാൾ പെട്ടെന്ന് കാറിന് മുന്നിൽ കയറി നിന്നു. പക്ഷെ മനു പറഞ്ഞു, എടാ വണ്ടി എടുക്ക്, നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമാവും. സുമേഷ് അയാളെ നോക്കി. അത് കുഴപ്പമില്ല, നീ വണ്ടി എടുത്തോ, അയാൾ മാറും പറഞ്ഞു. പക്ഷേ സുമേഷ് വണ്ടി എടുത്തപ്പോഴും അയാൾ മുന്നിൽ നിന്ന് മാറാൻ തയ്യാറായില്ല. വണ്ടി അയാളുടെ ദേഹത്തിലൂടെ കയറി ഇറങ്ങി. രണ്ടാം ഭാഗത്തിൽ കഥയുടെ ബാക്കി തുടരും. അതിനുവേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെയുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക.